അല്ല, എന്താണ് അമ്മ ചോറ് വാരി തരുന്നത്? അല്ല, വെള്ളം കുടിക്കുന്നതൊക്കെ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്താന്ന് വെച്ചാൽ പറയാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. എന്താണ് വീഡിയോ ഒന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ 2 ദിവസം കൊണ്ട് ഞാൻ കിടപ്പാണെന്നല്ല, 2 ദിവസം കൊണ്ട് എനിക്ക് വയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ, എനിക്ക് എണ്ണിച്ചിരിക്കാൻ വയ്യ, എനിക്ക് 24 മണിക്കൂറും കിടന്നാൽ മതി. അങ്ങനെ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. അപ്പോൾ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിട്ട് കുറേ കുറേ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാബിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് ചിക്കൻ ബോക്സിൻ്റെ മരുന്നും കൂടെ എടുക്കണമെന്ന് വാക്സിനും കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വാക്സിൻ എടുത്ത് വീട്ടിൽ വന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അച്ഛൻ വിളിച്ചിട്ട് പറയാ, അയ്യോ യൂറിനറി ഇൻഫെക്ഷൻ ആണേ ഭയങ്കര കൂടുതലാന്ന്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. യൂറിനറി ഇൻഫെക്ഷനോ? എനിക്ക് വയറുവേദനയില്ല, നടുവേദനയില്ല, പനിയില്ല, ഛർദിലില്ല, ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അതും കൂടുതലെന്ന്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി. നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് സിംറ്റംസ് ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എവിടെ നിന്നാണോ വയറുവേദനയും വന്ന്, എനിക്ക് നടുവേദനയും വന്ന്, എനിക്ക് ഇല്ലാത്ത വയ്യായ്ക്ക് ഒന്നുമില്ല. എനിക്ക് കൈവേദന എടുക്കുന്നത്, കാലുവേദന എടുക്കുന്നത്, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നത്, എനിക്ക് ഇല്ലാത്ത ഒരു പ്രശ്നമില്ല. അപ്പോഴത്തേക്കും ആഹാരമൊന്നും കഴിക്കാൻ വയ്യ, എനിക്ക് ഒന്നിനും വയ്യ. ഞാനപ്പോൾ വെച്ച് എനിക്കാണെങ്കിൽ മുമ്പ് 2 വട്ടം യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. 2 വട്ടം യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ അങ്ങനെ കുറേ നാൾ എൻ്റെ പ്ലസ് ടു എക്സാമിൻ്റെ സമയത്ത് ഡിഗ്രി എക്സാമിൻ്റെ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറേ നാളുകൾ കൊണ്ട് വരാതിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത് കൂടുതലാകുന്നു. അതുകൊണ്ട് കിടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി, പേടിച്ചുപോയി. അങ്ങനെ എനിക്ക് ഒട്ടും വയ്യാതായി. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. കാരണം സിംറ്റംസ് ഇല്ലാതെ വന്നതല്ലേ. അങ്ങനെ ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ വെച്ച് ആര് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ലാബിൽ ടെസ്റ്റ് ചെയ്തവർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആണോ, പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്ത് പറ്റിയതാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ വയ്യാതായതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ബോക്സിനുള്ള വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പനിയും ചൂടൊക്കെ വരുമല്ലോ, ആ സംഭവം. പക്ഷെ ഞാൻ അതിനെ വേറെ രീതിയിലൊക്കെ തെറ്റിദ്ധരിച്ച് ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ വെള്ളം മാത്രം, ചായ, കാപ്പി, മോരുവെള്ളം കുടിക്കുന്നു, കഞ്ഞിവെള്ളം കുടിക്കുന്നു, നാരങ്ങ വെള്ളം കുടിക്കുന്നു. ആ സമയത്ത് നമുക്ക് നോർമൽ വെള്ളം കുടിക്കുമ്പോൾ ഓർക്കാനും വരുക. നമ്മൾ ആ ലിമിറ്റിലുള്ള വെള്ളം കുടിച്ചുമ്പോൾ ഓർക്കാനും വരില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഒരു ഇതിനകത്ത് കൂടെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ഓക്കെ ആണെന്ന്. നാളെ എൻ്റെ റിംഗ് ലൈറ്റ് വരും. ഞാൻ പറഞ്ഞില്ലേ ഫ്ലിപ്കാർട്ടിൽ ഞാൻ റിംഗ് ലൈറ്റിന് ഓർഡർ ചെയ്തെന്ന്. ആ റിംഗ് ലൈറ്റ് നാളെ വരും. അതിനും തലയും വലയൊക്കെ ഇല്ലാതിരുന്ന എന്തോ എന്തോ. പിന്നെ എല്ലാവരും വെള്ളം കുടിക്കുക. ഞാൻ അവിടെ ചെന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞാണ് വെള്ളം കുടിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അതാണ് പറയുള്ളത്, വെള്ളം കുടിക്കുക. കാരണം യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 കിലോ കൂട്ടിയെങ്കിൽ 10 കിലോ കുറഞ്ഞു. കാരണം വന്നിട്ടുള്ളവർക്കറിയാം വയറുവേദന, തലവേദന, ഛർദില്, പനി, ചൂട്, ചുമ, കൊര എല്ലാം വരും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുത്താതിരിക്കാൻ നോക്കുക. അപ്പം ഇനി എത്ര വണ്ണമുള്ളവരാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മെലിഞ്ഞോ? ഞാൻ ക്ഷീണിച്ചോ? ഇന്നലത്തെ 2 ദിവസം കൊണ്ട് ഞാൻ ക്ഷീണിച്ചില്ലേ? എന്തായാലും ഇന്നലെ 2 ദിവസം ഞാൻ വെള്ളം മാത്രം കുടിച്ചാൽ ജീവിച്ചത്, വെള്ളം മാത്രം. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചിലർക്കൊക്കെ കാണുമല്ലോ, നമ്മൾ ഇപ്പം ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഓക്കെ, സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ എനിക്ക് ഇന്ന സാധനമാണെന്ന്. സിംറ്റംസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷൻ വരൂലേ, അങ്ങനൊരു വല്ലാത്ത ടെൻഷനൊക്കെ വന്നിട്ട് ഞാൻ ആകെ പോച്ച്. അതുകൊണ്ട് ഇന്നലത്തെ 2 ദിവസം ഇപ്പോൾ വന്ന് അടുപ്പിച്ച് ഈ ഒരു മാസം ഞാൻ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് ഫുഡ് ചാർട്ട് ഫോളോ ചെയ്യാനേ പറ്റില്ല. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്തായാലും എനിക്കറിയത്തില്ല. അപ്രൂവലിനൊക്കെ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതൊക്കെ അപ്രൂവലായി എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയാം. എന്ത് ജോലിയാണ്, എവിടെയാണ് ജോലി, എപ്പോൾ കയറും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറയാം. ഇപ്പം നിലവിൽ ഒന്നും ആവാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ എല്ലാം പറഞ്ഞാൽ ഞാൻ നാണക്കേടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് കിട്ടുവാണെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.